ലോകത്തിലെ വേൾഡ് ആവറേജ് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി വന്നതിന് ശേഷം വേൾഡ് ആവറേജ് കൂടിയിരിക്കുന്നത് 23%. ഇന്ത്യയിൽ കൂടിയിരിക്കുന്നത് 5%. ലോകത്തിൽ തന്നെ ഇപ്പോഴും ഏറ്റവും വിലവർധന ഏറ്റവും കുറവുള്ളത് ഇന്ത്യയിലാണ്. അതാണ് പറഞ്ഞത്. ഒരു ഡോളറിൻ്റെ വ്യത്യാസമോ വില വ്യത്യാസമോ അന്താരാഷ്ട്ര വിലയോ ഒന്നും ബാധിക്കാത്ത ഈ പ്രധാനപ്പെട്ട പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസായ ഈ സൗദി അറേബ്യയിലും ഒമാനിലും ഖത്തറിലും UAE-യിലും വരെ ആവറേജ് 20% വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയ ഒരു ആഗോള പ്രതിസന്ധിയുടെ നടുവിലും ഇന്ധന പ്രതിസന്ധിയുടെ നടുവിലും ഇവിടെ കൂടിയിരിക്കുന്നത് 5%. അപ്പം അത് ഒരു നല്ല ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൊണ്ട് തന്നെയാണ്. അതുമല്ല, ഇത് എക്സൈസ് ഡ്യൂട്ടി ഇതിനിടയ്ക്ക് കുറച്ചിരുന്നു, ഒരുപാട് കുറച്ചിരുന്നു എക്സൈസ് ഡ്യൂട്ടി. അതായത് ഈ വിലവർധന വലിയ തോതിൽ നിയന്ത്രണാതീതമായി പോകാതിരിക്കാൻ വേണ്ടി. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ കൺട്രോളിലല്ല ഇത്. നമ്മുടെ ഈ അന്താരാഷ്ട്ര പ്രതിസന്ധികൾ നമ്മുടെ കൺട്രോളിലില്ല. ഇന്ത്യക്ക് അതിൻ്റെ അകത്തൊന്നും ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് ഇതേ ഉള്ളൂ. ഇതിൻ്റെ അകത്തൊക്കെ ഞാനും നിങ്ങളും അടക്കമുള്ളവർക്കും കൂടെ ഇതിൻ്റെ അകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഇന്ധനത്തിൻ്റെ കൺസംഷൻ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യുക എന്ന ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല അത്. അപ്പം ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് അതിൻ്റെ ഒരു ജനാധിപത്യ രാജ്യമാണ്. പ്രതിപക്ഷത്തിന് അതിൻ്റേതായ അവകാശങ്ങളുണ്ട്. പെട്രോളിയം വില വർധന ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ? തീർച്ചയായിട്ടും ബാധിക്കുന്ന വിഷയമാണ്. ഞാനും പെട്രോൾ അടിക്കുന്ന ആളാണ്, എല്ലാവരും പെട്രോൾ അടിക്കുന്ന ആളാണ്. അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനും രാഷ്ട്രീയമായി തന്നെ വിമർശിക്കാനും എതിർക്കാനും അതിനൊക്കെയുള്ള അവകാശം തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിനുണ്ട്. അത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഈ സ്ഥാനത്ത് BJP ആയിരുന്നെങ്കിലും അതൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യവും രാഷ്ട്രീയവും കാണണം. യാഥാർത്ഥ്യം ഇതാണ്. തീർച്ചയായും പ്രതിപക്ഷം. അല്ല ഷാഹു പ്രസാദ്, ഈ ഉയരുന്നൊരു ചോദ്യം ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനോട് മാധ്യമങ്ങൾ ചോദിച്ചു. നികുതി വർദ്ധിപ്പിച്ച് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോൾ നികുതി വർദ്ധിപ്പിച്ച് വില കോൺസ്റ്റൻ്റ് ആയി നിർത്തിയതുപോലെ ക്രൂഡ് ഓയിൽ വില കൂടുമ്പോൾ നികുതി കുറച്ചുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ നിർമ്മലാ സീതാരാമൻ പറയുന്നത് 1,00,000 കോടിയിലധികം രൂപ നികുതി നഷ്ടമുണ്ടാകുമെന്നാണ്. അപ്പോൾ അത് ജനങ്ങളുടെ പക്കൽ ഇരുന്നോട്ടെ എന്നാണോ കേന്ദ്രത്തിൻ്റെ നിലപാട്? അല്ല, ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ഇത് എക്സൈസ് ഡ്യൂട്ടി കുറച്ചിരുന്നു തീർച്ചയായിട്ടും. പിന്നെ ഈ നികുതി ജനങ്ങൾ കൊടുക്കുന്ന നികുതി എന്ന് പറയുന്ന സാധനം ജനങ്ങളിലേക്ക് തന്നെ എത്തുന്നതല്ലേ അജിംസെ? തീർച്ചയായിട്ടും അന്ന് പെട്രോളിയം വില കുറഞ്ഞിരുന്നപ്പോൾ എക്സൈസ് ഡ്യൂട്ടി നികുതി കൂട്ടിക്കൊണ്ട് ആ വില സ്റ്റേബിളാക്കി നിർത്തിയിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ കിട്ടുന്ന പണമാണ് ഇവിടെ ഇപ്പം സ്ട്രാറ്റജിക് പെട്രോളിയം സ്റ്റോക്ക് റിസർവ് 3 മാസത്തേക്കുള്ള സ്റ്റോക്ക് റിസർവ് നമ്മൾ ഇവിടെ വലിയ ഹ്യൂജ് ഇവിടെ സംഭരണശാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കൊണ്ടുകൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുകൂടിയാണ് ഈ വിലവർധന വേൾഡ് ആവറേജ് 22% നിൽക്കുമ്പോൾ ഇന്ത്യയിൽ അത് 5% മാത്രമാക്കി നിർത്താൻ കഴിയുന്നത്. അതുകൊണ്ടാണ്, അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണത്. ഇത് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങളിൽ പലരും പത്രക്കാർ ഈ പമ്പിൽ പെട്രോൾ അടിക്കാൻ ചെല്ലുന്നവരെടുത്ത് മൈക്കും കൊണ്ട് ചെന്നിട്ട് ഇതെന്താണ് ചോദിക്കുന്ന സമയത്ത് നല്ലൊരു ശതമാനം ആൾക്കാർ മറുപടി പറയുന്നത് എന്താ, ഇത് നമ്മുടെ കൺട്രോളിലുള്ളതല്ല, ഇത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് തെരുവിലാരെയും കാണാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നല്ല നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് 5-6 രൂപയാണ് 2 ആഴ്ച കൊണ്ട് കൂടിയിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായിട്ട് പോലും തെരുവിലാരെയും കാണാത്തതും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അതിനെ അതിൻ്റേതായ രീതിയിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളത്.